ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ എന്തായാലും വരുമ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ചെറിയ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പൈനാപ്പിൾ ഞാനിപ്പോൾ ഇവിടെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവുണ്ട്, അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2-3 പച്ചമുളക് കീറിയതും വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 വിസിലിവിടെ അടുപ്പിക്കുന്നുണ്ട്, എന്നാലേ പൈനാപ്പിൾ വെന്ത് വരുള്ളൂ. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങ വേണ്ട കേട്ടോ, അല്ലെങ്കിൽ അത്രയും തേങ്ങയുടെ ആവശ്യമില്ല. അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. പൈനാപ്പിളൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം, എന്നാൽ അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. ഞാനിപ്പോൾ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടുള്ളൊരു കറിയാണെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് നമ്മൾ വെക്കാറ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് തൈര് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇറക്കി താളിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കറി കുക്കറിൽ നിന്ന് മാറ്റിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് താളിച്ചു കൊടുക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2-3 വറ്റൽമുളക് ചേർക്കാം. അതൊക്കെ ഒന്ന് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പില ചേർക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വീഡിയോ എൻ്റേത് മിസ്സായി, വീഡിയോ എടുത്തത് കട്ടായിപ്പോയി. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. കൂടാതെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.